വെറും ഒറ്റ യൂസിൽ തന്നെ സൺ ടാൻ കംപ്ലീറ്റ്ലി റിമൂവ് ചെയ്ത് സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആവാനും ഗ്ലോ ആകാനും സഹായിക്കുന്ന ഒരു ഫേസ് പാക്കിൻ്റെ ലൈവ് റിസൾട്ടാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സ്കിന്നിൽ ഉണ്ടാകുന്ന എല്ലാ തരം പ്രോബ്ലംസിനും ഒരു വൺ സ്റ്റെപ്പ് സൊല്യൂഷനാണ്. അപ്പോൾ ഇത് അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണുക എന്നാൽ മാത്രമേ കറക്റ്റായിട്ടുള്ള ഇൻഫർമേഷൻ കിട്ടുള്ളൂ. ഒപ്പം എല്ലാവരും തന്നെ നമ്മുടെ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വീഡിയോ വളരെ യൂസ്ഫുൾ ആയിരിക്കും. സോ ലൈക്ക് ചെയ്യാനും മറക്കണ്ട. ആരെങ്കിലും ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഹായ്, വെൽക്കം ടു മൈ യൂട്യൂബ് ഫാമിലി. അപ്പോൾ ഇന്ന് നമുക്ക് സിമ്പിളായിട്ട് പക്ഷെ ഭയങ്കര എഫക്റ്റീവായിട്ട് എങ്ങനെയാണ് ഒരു ഫേസ് പാക്ക് യൂസ് ചെയ്യേണ്ടതെന്ന് നോക്കിയാലോ. അതിനായിട്ട് ഫസ്റ്റ് തന്നെ നമ്മൾ ഫേസ് നന്നായിട്ട് ക്ലീൻ ചെയ്യണം. സാധാരണ ഫേസ് വാഷ് യൂസ് ചെയ്ത് കഴുകാം. അതിനുശേഷം മേക്കപ്പൊക്കെ ഒരുപാടുണ്ടെങ്കിൽ, നിറയെ പൊടിയൊക്കെ പറ്റി പിടിച്ചിട്ടുണ്ടെങ്കിൽ ഡീപ്പ് ക്ലീൻ ചെയ്യാനായിട്ട് കുറച്ച് പാലെടുക്കുക, കുറച്ച് വെള്ളം ചേർക്കുക, ഒപ്പം കുറച്ച് കസ്തൂരി മഞ്ഞളിൻ്റെ പൊടിയും കൂടെ പാലിനൊപ്പം ചേർത്ത് നന്നായിട്ട് മിക്സ് ആക്കുന്നുണ്ട്. എന്നിട്ട് ആ ഒരു ടേമറിക് മിൽക്ക് വെച്ചിട്ടാണ് നമ്മൾ ഫേസ് ഒന്ന് ക്ലെൻസ് ചെയ്തെടുക്കുന്നത്. അതിനായിട്ട് ഞാൻ യൂസ് ആക്കുന്നത് ഒരു കോട്ടൺ ബോളാണ്. ഇത് നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം കോട്ടൺ ബോൾ ഇതിലോട്ട് ഡിപ്പ് ചെയ്യുക. എന്നിട്ട് നമ്മുടെ മുഖത്ത് നന്നായിട്ട് വൈപ്പ് ചെയ്തെടുക്കുക. എനിക്കൊരു കുഴപ്പമുള്ളതാണ്, ഞാൻ വാ കൊണ്ട് സംസാരിക്കുന്നതിനേക്കാളും കൂടുതൽ ഞാൻ കണ്ണുകൊണ്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. സോ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലത്തെ കണ്ണുകൊണ്ടുള്ള എക്സ്പ്രഷൻസ് വരുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങളും ഇതുപോലെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതാവിടെ ഞാനിവിടെ കോട്ടൺ ബോൾ ഡിപ്പ് ചെയ്തിട്ട് നന്നായിട്ട് ഫേസ് ഒന്ന് ഈ ഒരു ടേമറിക് മിൽക്ക് വെച്ച് നന്നായിട്ട് വൈപ്പ് ചെയ്തെടുക്കുകയാണ്. ഇപ്പോൾ ഈ എക്സസ് ആയിട്ടുള്ള പാലൊക്കെ ഇങ്ങനെ സ്ക്യൂസ് ചെയ്ത് കളയുക. എന്നിട്ട് നമ്മുടെ ഈ ഒരു മുഖത്ത് വെച്ച് വൈപ്പ് ചെയ്യാനുള്ള അളവിന് മാത്രം എടുത്താൽ മതി. എന്നിട്ട് നമുക്ക് നന്നായിട്ട് വൈപ്പ് ചെയ്തെടുക്കാം. നന്നായിട്ട് അടിപൊളിയായിട്ട് സ്കിന്ന് ഡീപ്പായിട്ട് ക്ലീൻ ചെയ്യാൻ നല്ലതാണ്. ഇനി നിങ്ങൾക്ക് ഓയിലി സ്കിന്നാണ്, നിങ്ങൾക്ക് പാല് യൂസ് ചെയ്യാനായിട്ട് പറ്റില്ല എന്നുണ്ടെങ്കിൽ അലോവേറ ജെല്ലുണ്ടല്ലോ, അലോവേറ ജെല്ല് വെച്ചിട്ട് ഇതുപോലെ ചെയ്താൽ മതി. മഞ്ഞളൊന്നും മിക്സ് ചെയ്യണം എന്നില്ല. അലോവേറ ജെല്ല് വെച്ചിട്ട് നമുക്ക് ഇതുപോലെ അടിപൊളിയായിട്ട് സ്കിൻ ഡീപ്പായിട്ട് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് പറ്റും. ജസ്റ്റ് അലോവേറ ജെല്ല് ഫേസിൽ മുഴുവനും അപ്ലൈ ചെയ്ത് ചെറിയൊരു മസാജ് കൊടുത്തതിന് ശേഷം റോസ് വാട്ടർ ഡിപ്പ് ചെയ്ത് പഞ്ഞിയിൽ റോസ് വാട്ടർ മുക്കിയതിന് ശേഷം അത് വെച്ചിട്ട് നമുക്ക് സ്കിന്നിൽ ഇതുപോലെ നന്നായിട്ട് വൈപ്പ് ചെയ്തെടുത്താൽ മതി. സൂപ്പറായിട്ട് റിസൾട്ട് കിട്ടും. അടുത്തതായിട്ട് നമുക്ക് പാക്ക് പ്രിപ്പയർ ചെയ്യാം. ഈ പാക്ക് തന്നെയാണ് നമ്മൾ ഫേസ് പാക്കായിട്ടും സ്ക്രബായിട്ടും ഒക്കെ യൂസ് ആക്കുന്നത്. ഇത് ഒരെണ്ണത്തിൻ്റെ ആവശ്യമുള്ളൂ. ഭയങ്കര നല്ലതാണ് കേട്ടോ. ആദ്യം കടലമാവ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അടുത്തതായിട്ട് ഞാനിതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് ചന്ദനത്തിൻ്റെ പൊടിയാണ്. അപ്പം ഞാൻ നേരത്തെ കാണിച്ചിട്ടുണ്ട് ഞാൻ യൂസ് ചെയ്യുന്ന ചന്ദനത്തിൻ്റെ പൊടി ഏതാണെന്ന്. പക്ഷേ അത് തന്നെ വേണം എന്നില്ല. ഞാൻ ആ ഒരു പാക്കറ്റൊക്കെ മാറ്റിയിട്ട് ഇതുപോലെ കുഞ്ഞു കുഞ്ഞു കണ്ടെയ്നേഴ്സിലോട്ട് ആക്കി മാറ്റി തട്ടി വെച്ചേക്കാണ്. അപ്പോൾ എയർ ടൈറ്റ് ആയിട്ടിരുന്നാൽ കുറേ നാൾ നമുക്ക് വെച്ച് ഉപയോഗിക്കാനായിട്ട് പറ്റും. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്. അടുത്തായിട്ട് ഞാനിവിടെ കുറച്ച് ഓറഞ്ച് പീൽ പൗഡർ ഓൾസോ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചന്ദനത്തിൻ്റെ പൊടി ചേർത്തു. ആദ്യം ബേസൻ കടലമാവ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അടുത്തതായിട്ട് കുറച്ച് ഓറഞ്ച് പീൽ പൗഡറും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ സ്കിന്നിന് എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ നന്നായിട്ട് ബ്രൈറ്റൻ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഇപ്പോൾ ഡള്ളായിരിക്കുകയാണ്, സ്കിന്നിന് അത്രയ്ക്ക് അങ്ങോട്ട് തിളക്കമില്ല. നേരത്തെ നല്ല രീതിയിൽ ബ്രൈറ്റ് ആൻഡ് ഗ്ലോയിങ് സ്കിന്നായിരുന്നു. പക്ഷെ ഇപ്പോൾ വെയിൽ, പൊടിപടലങ്ങൾ അങ്ങനെയൊക്കെ ആയിട്ട് സ്കിൻ്റെ ബ്രൈറ്റ്നസ് പോയിട്ടുണ്ടെങ്കിൽ, ഡെയിലി ട്രാവൽ ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ ഉറപ്പായും പൊടിയൊക്കെ എപ്പോഴും കൊള്ളുന്നത് കൊണ്ട് നല്ല രീതിയിൽ വ്യത്യാസം ഉണ്ടാവും സ്കിന്നിൽ. അതൊക്കെ മാറ്റി റെജുവിനേറ്റ് ചെയ്ത് സൺ ടാനൊക്കെ റിമൂവ് ചെയ്യാനാണ് നമ്മൾ ഓറഞ്ച് പീൽ പൗഡർ, ചന്ദൻ ഒക്കെ തന്നെ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നന്നായിട്ട് സ്കിന്നെ സോഫ്റ്റ് ആക്കാനാണ് നമ്മൾ ഈ ഒരു ബേസൻ കടലമാവും കൂടെ ചേർത്ത് കൊടുക്കുന്നത്. കടലമാവ് നമ്മുടെ സ്കിന്നിലുള്ള ഡെഡ് സെൽസ് റിമൂവ് ചെയ്യാനും നന്നായിട്ട് സ്കിന്നെ സോഫ്റ്റ് ആക്കാനും എല്ലാത്തിനും സഹായിക്കുന്നതാണ്. സോ ഇത് മൂന്നും ഞാൻ ഈക്വൽ ക്വാണ്ടിറ്റിയിലാണ് ഓരോ സ്പൂൺ വെച്ച് എടുത്തിട്ടുള്ളത്. കുറച്ച് പാലും ബാക്കി വെള്ളവും ചേർത്തിട്ടാണ് ഞാൻ മിക്സ് ആക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നാണെങ്കിൽ പാല് പറ്റാത്തവരാണെങ്കിൽ ഉറപ്പായും നിങ്ങൾ റോസ് വാട്ടറും ബാക്കി വെള്ളവും ചേർത്ത് കൊടുത്താൽ മതി. ഒരു സ്പൂൺ പാലോ ഒരു സ്പൂൺ റോസ് വാട്ടറോ ചേർത്ത് കൊടുത്താൽ മതി. റോസ് വാട്ടറിന് പകരമായിട്ട് നിങ്ങൾക്ക് തൈരും യൂസ് ആക്കാം. തൈരൊക്കെ സെറ്റ് ആവുന്നവരാണെങ്കിൽ സൺ ടാൻ ഒരുപാടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും തൈര് യൂസ് ചെയ്യാം. നിങ്ങൾക്ക് ഇത് റെഗുലറായിട്ട് വേണമെങ്കിലും യൂസ് ആക്കാം. അതായത് പുറത്തു പോയി ഒരുപാട് ടയേർഡായിട്ട് വരികയാണ്, നമുക്കൊരു പാർട്ടി ഫങ്ഷനൊക്കെ വരുന്നുണ്ട്, അതിന് മുന്നേ ആയിട്ട് പെട്ടെന്ന് നമ്മുടെ സ്കിന്നൊന്ന് ബ്രൈറ്റൻ ആക്കി നമ്മുടെ നോർമൽ കണ്ടീഷനിലോട്ട് മാക്സിമം ബെറ്റർ ആക്കി എടുക്കുക. നമുക്ക് ഒറ്റ ദിവസത്തിലോ അല്ലെങ്കിൽ ഒരാഴ്ച കൊണ്ടോ ഭയങ്കര ഡ്രാസ്റ്റിക് ആയിട്ടൊരു ചേഞ്ച് ഒന്നും ഉണ്ടാവില്ല. പക്ഷെ കൺസിസ്റ്റൻ്റ് ആയിട്ട് യൂസ് ചെയ്താൽ നല്ല മാറ്റം ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഇമീഡിയറ്റ് ആയിട്ട് ഒരു 5-7 ദിവസത്തിനുള്ളിൽ തന്നെ ഒരു നല്ല റിസൾട്ട് വേണം, നിങ്ങൾക്കൊരു ഫംഗ്ഷൻ ഉണ്ട് എന്നാണെങ്കിൽ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരു 7 days യൂസ് ആക്കുക. എൻ്റെ പൊന്നു ഗൈസ്, നിങ്ങളൊരു 7 ദിവസം നിങ്ങൾക്ക് അത്രയും പെട്ടെന്ന് റിസൾട്ട് വേണമെങ്കിൽ യൂസ് ആക്കി നോക്കൂ. അടിപൊളി റിസൾട്ട് കിട്ടും. സൂപ്പറായിട്ട് വർക്കാകും. സൺ ടാൻ ഉള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ യൂസ് ആക്കേണ്ടത് തൈരാണ്. തൈര് യൂസ് ചെയ്യുമ്പോഴാണ് നമുക്ക് ആ ഒരു
ഡെഡ് സെൽസും ഒക്കെ മാറിയിട്ട് വളരെ നല്ല രീതിയിൽ സ്കിന്നെ റെജുവിനേറ്റ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റുന്നത്, നന്നായിട്ടൊരു ഹീലിംഗ് പ്രോപ്പർട്ടി വേണം എന്നാണെങ്കിൽ തൈര് തന്നെ യൂസ് ആക്കുക. പിന്നെ ഡ്രൈ സ്കിൻകാരാണ് നിങ്ങൾക്ക് ആ ഒരു ഡ്രൈനെസ് ഒക്കെ മാറി സ്കിന്നൊക്കെ നല്ല സോഫ്റ്റ് ആവാനും അത് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. അല്ല നിങ്ങൾക്കിപ്പോൾ തൈര് യൂസ് ആക്കാനായിട്ട് പറ്റില്ല എന്നാണെങ്കിൽ മാത്രം പാലല്ലെങ്കിൽ കുറച്ച് അലോവേര ജെല്ലോ റോസ് വാട്ടറോ യൂസ് ചെയ്ത് മിക്സ് ആക്കുക. ഇപ്പം ഓയിലി സ്കിൻകാരാണെങ്കിൽ കുറച്ച് അലോവേര ജെല്ലോ അല്ലെങ്കിൽ റോസ് വാട്ടറും വെള്ളമൊക്കെ ചേർത്ത് മിക്സ് ചെയ്താൽ മതി. പാല് പറ്റാത്തവരാണെങ്കിൽ അത് എന്തായാലും സ്കിപ്പ് ചെയ്യണം കേട്ടോ. ബാക്കി ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇങ്ങനെ തന്നെ യൂസ് ആക്കുക. നിങ്ങൾക്ക് ഈ ഒരു ഇൻഗ്രീഡിയൻസ് എല്ലാം തന്നെ ഓൺലൈനിൽ വാങ്ങാൻ കിട്ടും. കോംബോ ആയിട്ട് കുറച്ച് കിട്ടും. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ലോക്കൽ സൂപ്പർ മാർക്കറ്റിലും അങ്ങാടി മരുന്ന് കടകളുണ്ടല്ലോ, അവിടെയൊക്കെ നമുക്ക് ഓറഞ്ച് പീൽ പൗഡർ, ചന്ദനത്തിൻ്റെ പൊടി മുഖത്തിടാനെന്ന് പറഞ്ഞ് ചോദിച്ചാൽ മതി, അവിടെ കിട്ടും. മെഡിക്കൽ ഷോപ്പിൽ വരെ കിട്ടാറുണ്ട്. എല്ലാത്തിലും കിട്ടണമെന്നില്ല. മോസ്റ്റ്ലി ഈ ഒരു ആയുർവേദ മെഡിക്കൽ ഷോപ്പൊക്കെ ഉണ്ടല്ലോ, അങ്ങനത്തെ മെഡിക്കൽ ഷോപ്പിൽ നല്ല പ്രോഡക്റ്റ്സ് കിട്ടാനുള്ള സാധ്യതയുണ്ട്. മേടിക്കുമ്പോൾ നല്ല ക്വാളിറ്റി ഉള്ളതാണെന്നും നമുക്ക് സ്കിന്നിന് വേറെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല എന്ന് ഉറപ്പുവരുത്തുക. ആദ്യമായിട്ടാണ് വാങ്ങുന്നതെങ്കിൽ ചെറിയ പാക്കറ്റ് വാങ്ങാം. എന്നിട്ട് നിങ്ങൾക്കത് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ആക്കാൻ അത് റീപർച്ചേസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അടുത്തായിട്ട് ഞാൻ മുഖം ഓൾറെഡി ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, ആ ഫേസിലോട്ട് ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. എനിക്ക് പൊതുവേ ഉള്ളൊരു നേച്ചർ എങ്ങനെയാണെന്ന് വെച്ചാൽ, ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൽ എന്തെങ്കിലും കളർഫുള്ളായിട്ടുള്ള ഫേസ് പാക്സ് ആണെങ്കിൽ കുറച്ചധികം യൂസ് കിട്ടാറുണ്ട്. പക്ഷേ ഇത് അത്ര കളർഫുൾ അല്ല, എൻ്റെ സ്കിൻ കളറിനോട് ചേർന്നിരിക്കുന്ന ഒരു കളറാണ്. അതുകൊണ്ട് ആരും ഇവിടെ വെച്ച് സ്കിപ്പ് ചെയ്ത് പോകരുത് എന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. ദയവ് ചെയ്ത് ഇപ്പം തന്നെ സ്കിപ്പ് ചെയ്ത് പോകരുത്. കളർഫുൾ അല്ലാത്തത് കൊണ്ട് മാത്രമായിട്ട് സ്കിപ്പ് ചെയ്യില്ല ഗൈസ്. എനിക്ക് വെറുതെ എന്തിനും ആവശ്യമില്ലാത്ത കളറൊക്കെ ചേർക്കുന്നത്. ഇത് തന്നെ നല്ല രീതിയിൽ അടിപൊളി റിസൾട്ട് കിട്ടുന്നതല്ലേ. ഇപ്പോൾ ചന്ദനവും കുറച്ച് ഓറഞ്ച് പീൽ പൗഡറും കുറച്ച് കടലമാവും ഉണ്ടെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും അടിപൊളിയായിട്ട് ഈ ഒരു ഫേസ് പാക്ക് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ഞാനൊരു കാര്യം പറയാം, ഇതിലേതെങ്കിലും ഒരു ഐറ്റം നിങ്ങൾക്ക് ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്കിപ്പ് ചെയ്തോളൂ, ഒരു പ്രശ്നമില്ല. ഇപ്പോൾ ഓറഞ്ച് പീൽ പൗഡറോ ചന്ദനത്തിൻ്റെ പൊടിയോ ഏതെങ്കിലും ഒന്നും നിങ്ങൾക്ക് കിട്ടുന്നില്ല എന്നാണെങ്കിൽ അത് സ്കിപ്പ് ചെയ്തോളൂ. കടലമാവ് എന്ന് പറഞ്ഞാൽ എല്ലാ കടയിലും വാങ്ങാൻ കിട്ടുന്നതാണ്. സോ മോസ്റ്റ്ലി നമ്മളൊരു ജംഗ്ഷൻ്റെ അപ്പുറത്ത് പോയാലൊക്കെ നമുക്കത് ഒപ്പിക്കാൻ പറ്റുന്നതേ ഉള്ളൂ. സോ അത് ഒപ്പിക്കുക. എന്നിട്ടൊരു 10 മുതൽ 15 മിനിറ്റ് വരെ ഫേസിൽ അങ്ങനെ തന്നെ വെച്ചിരിക്കുക. അതിനുശേഷം ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്ത് കളഞ്ഞാൽ മതി. ചെറിയൊരു മസാജ് കൊടുത്തിട്ട് വാഷ് ചെയ്യുക. ഉരയ്ക്കരുത്. എല്ലാം ഇപ്പം തന്നെ അങ്ങ് ചെയ്ത് തീർക്കുമെന്ന് പറഞ്ഞിട്ട് ഉരയ്ക്കരുത്. നിങ്ങളുടെ അത്യാവശ്യം എനിക്ക് മനസ്സിലാവും, പെട്ടെന്ന് നിങ്ങൾക്ക് മാറ്റമൊക്കെ അറിയണമല്ലോ, അങ്ങനെയൊന്നും ചെയ്യരുത്. ഒരു പതിയെ നമുക്ക് മാറ്റാൻ മതി. ചെറിയൊരു മസാജ് കൊടുത്തിട്ട് വാഷ് ചെയ്യുക. പിന്നെ ഡെയിലി യൂസ് ചെയ്യുന്നവരാണെങ്കിൽ വളരെ ജെൻറ്റിലായിട്ട് വേണം കെയർ ചെയ്യാനായിട്ട്. സോ ഞാനിപ്പോൾ ഇവിടെ സ്പൂണൊക്കെ വെച്ച് കാണിക്കുന്നതേ ഉണ്ടല്ലോ, ഇതൊന്നും നിങ്ങൾ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ഇത് വെച്ചിരുന്ന് കുറച്ചൊരു 15 മിനിറ്റ് വരെ വെയിറ്റ് ചെയ്യുക. അതിനുശേഷം നമുക്കത് കഴുകിക്കളയാം. ഇത് നിങ്ങൾ റെഗുലറായിട്ട് നൈറ്റ് കിടക്കുന്നതിന് മുന്നേ സ്കിൻ കെയർ ചെയ്യുന്ന സമയത്ത് ചെയ്ത് നോക്കൂ. എൻ്റെ പൊന്നു കൈ സൂപ്പർ അമേസിങ് റിസൾട്ട് കിട്ടും. അടിപൊളിയായിട്ട് വർക്കാകും. പിന്നെ നിങ്ങൾക്ക് വേണം എന്നാണെങ്കിൽ ഇതിലേതെങ്കിലും ഒരു ഐറ്റം നിങ്ങൾക്ക് കിട്ടില്ല എന്നാണെങ്കിൽ കടലമാവിൻ്റെ ഒപ്പം നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ഐറ്റം അല്ലെങ്കിൽ നിങ്ങൾ കോഫി പൗഡർ യൂസ് ആക്കിയാൽ മതി. സൂപ്പർ റിസൾട്ട് കിട്ടും. അടിപൊളി റിസൾട്ട് എന്ന് പറഞ്ഞാൽ അടിപൊളി റിസൾട്ട് കിട്ടും. ഒപ്പം നമുക്കിത് 15 മിനിറ്റ് വെച്ചതിന് ശേഷം ഫേസ് വാഷ് ചെയ്ത് കളഞ്ഞിട്ട് അങ്ങനെ തന്നെ വിട്ടിട്ട് പോകരുത്. ഉറപ്പായിട്ടും നിങ്ങൾ ആഫ്റ്റർ കെയർ പ്രോപ്പറായിട്ട് ചെയ്യണം. ഇത് ഇടുക കഴുകിക്കളയുക എന്നുള്ളതല്ല, നമ്മുടെ സ്കിന്നെ ഡ്രൈ ആക്കും. ഡ്രൈ ആക്കി കഴിഞ്ഞാൽ ഉള്ള ഗ്ലോ കൂടെ നഷ്ടപ്പെടും. അപ്പോൾ നമുക്ക് എന്താ തോന്നുക, നമ്മളുടെ സ്കിൻ ഇത് യൂസ് ചെയ്യുമ്പോൾ എന്തോ കുഴപ്പം പറ്റുന്നുണ്ടെന്നാണ്. കാര്യം വേറെ ഒന്നുമല്ല, നമ്മൾ പ്രോപ്പറായിട്ട് യൂസ് ആക്കാത്തതാണ്. ഒരു അലോവേര ജെല്ലോ അല്ലെങ്കിൽ നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന ഏതെങ്കിലും നമ്മുടെ സ്കിന്നിന് അടിപൊളിയായിട്ട് സ്യൂട്ടാകുന്ന ഒരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നാൽ മാത്രമായിരിക്കും നമ്മുടെ സ്കിന്ന് ഡ്രൈ ആവാണ്ടിരിക്കുക, നമ്മൾ ഉദ്ദേശിച്ച ബലം നമുക്ക് കിട്ടുന്നത്. സോ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ പ്രോപ്പറായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായി നിങ്ങൾക്ക് നല്ല മാറ്റം ഉണ്ടാവും. നല്ല രീതിയിൽ ഇപ്പോൾ നിങ്ങൾക്ക് സ്കിന്ന് ഡാമേജ് ആയിരിക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മാറ്റം ഉണ്ടാവും. പിന്നെ എനിക്ക് നിങ്ങളോട് പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുണ്ട്. ഒട്ടും പ്രതീക്ഷിക്കാണ്ട് വളരെ റാൻഡമായിട്ട് തുടങ്ങിയൊരു യൂട്യൂബ് ചാനലാണിത്. ഇത് ഇവിടം വരെ എത്തുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇതുവരെയും എന്നെ സപ്പോർട്ട് ചെയ്ത, ഞാൻ പോലും കമൻസിന് റിപ്ലൈ കൊടുക്കാനായിട്ട് പലപ്പോഴും മറന്നു പോകാറുണ്ട്. കാണാത്ത കമൻസ് ഉണ്ടാവാറുണ്ട്. അങ്ങനെ എനിക്ക് സമയം കിട്ടുമ്പോഴെല്ലാം ഞാൻ ചെക്ക് ചെയ്യും. ഈ അടുത്ത് കഴിഞ്ഞൊരു മാസമായിട്ട് കുറച്ചധികം തിരക്കായിപ്പോയി. അത് കാരണം കമൻസ് ഒന്നും അങ്ങനെ നോക്കാൻ പറ്റിയില്ല. ഈ ഇടയ്ക്ക് ഇന്നലെ മുതലാണ് വീണ്ടും ഞാൻ കമൻസിന് റിപ്ലൈ കൊടുത്ത് തുടങ്ങിയത്. അപ്പോൾ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് കുട്ടികൾ അതിന് കമൻസിനൊക്കെ റിപ്ലൈ കൊടുത്തിട്ടുണ്ടായിരുന്നു ഫ്രം മൈ സൈഡ്. സോ ഐ എം സോ മച്ച് ഗ്രേറ്റ്ഫുൾ ഫോർ ഈച്ച് ആൻഡ് എവ്രി വൺ ഓഫ് യു who are supporting me this much. Thank you so much and I love you guys. അപ്പോൾ ഇത് ഞാനിവിടെ പറഞ്ഞില്ലെങ്കിൽ
അത് ശരിയാവില്ല എന്ന് തോന്നി, അതുകൊണ്ട് പറഞ്ഞതാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആണെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.